ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم عافنا واعف عنا واشف مرضانا. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. أما بعد، സഹോദരങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ സുപ്രധാനമായ ഏറെ പ്രശസ്തമായ മുസ്ലിമീങ്ങൾക്ക് ധാരാളം പാഠങ്ങൾ അവശേഷിപ്പിച്ച ഗസ്വത്ത് ഉഹദ് അഥവാ ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഏറ്റവും മികച്ച യുദ്ധ തന്ത്രങ്ങളായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് അതിന്റെ ആദ്യ ഭാഗത്ത് വലിയ വിജയവും മുശ്രിക്കുകൾക്ക് വ്യക്തമായ പരാജയവുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളായിരുന്ന മുസ്ലിമീങ്ങളുടെ എതിരാളികളായിരുന്ന മുശ്രിക്കുകൾ അവരെ സഹായിച്ച അവരുടെ കൂട്ടത്തിലല്ലാതിരുന്ന ഖുറൈശികളിലല്ലാതിരുന്ന ചിലരും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും വീഴ്ത്താൻ ഉഹദിന്റെ ആ ഭാഗത്ത് ചതിക്കുഴികൾ കുഴിച്ചു വച്ചിരുന്ന ഒരുവനുണ്ടായിരുന്നു. അബു ആമിർ അൽ ഫാസിഖ് എന്നു പേരുള്ളയാൾ. അയാൾ ഇത്രയും ദുഷ്ടനായി അറിയപ്പെട്ട ഒരുവനാണ്. അതേസമയം അയാളുടെ മകൻ മഹാനായ സഹാബി ഹവ്വല റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. അല്ലാഹു ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തേക്ക് കൊണ്ടുവരുന്നവനാണ്. അതിന്റെ തഫ്സീറുകളിൽ ഒന്നാണ് മുശ്രിക്കിന്റെ മകനായി മുസ്ലിം ഉണ്ടാകും, മുസ്ലിമിന്റെ മകനായി വലഇയാദു ബില്ലാഹ് ചിലപ്പോൾ മുശ്രിക്കും കാഫറും ഉണ്ടാകുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലവും അവിടുന്നും സഹാബത്തും ധീരമായി പോരാടിയ യുദ്ധത്തിൽ മുശ്രിക്കുകൾക്ക് ആദ്യ ഭാഗത്ത് സംഭവിച്ച പരാജയങ്ങളിൽ ഒന്നാണ് അവരുടെ പതാക വഹിച്ച ആളുകൾ. യുദ്ധത്തിന് സൈന്യത്തിന് ഓരോ സൈന്യത്തിനും അവരുടെ പതാകയുണ്ടാകും. അവരുടെ സ്ഥാനം മനസ്സിലാക്കാനും അതിനനുസരിച്ച് സൈന്യം ചിതറിപ്പോകാതിരിക്കാനുമല്ല. അങ്ങനെ അവരുടെ പതാക വഹിച്ചിരുന്ന ബനു അബ്ദിദ്ദാർ എന്ന വംശത്തിൽപ്പെട്ട 11 പേർ തുടരെ കൊല്ലപ്പെടുകയുണ്ടായി. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അവരുടെ പതാക പിന്നെ ഒരാളും എടുക്കാൻ പോലും മടിക്കുന്ന അവസ്ഥയിൽ. എന്ന് പറഞ്ഞാൽ അതൊരു ശൗകനം പിടിച്ച പതാക പോലെ അവർക്ക് തോന്നുകയുണ്ടായി എന്ന്. അത് പിടിച്ചവനൊക്കെ കൊല്ലപ്പെടും എന്ന അവസ്ഥ അവർക്ക് തോന്നുകയുണ്ടായി. 11 പേർ അവരിൽ കൊല്ലപ്പെട്ടു, അഥവാ പതാകവാഹകരിൽ മാത്രം. അവരിൽ ചിലരെ കൊന്നത് മഹാനായ സഹാബി ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുകൊണ്ട് ആ കൊല്ലപ്പെട്ടവരിൽ ചിലർ ആസിം റളിയല്ലാഹു അൻഹുവിനോട് പക വീട്ടുമെന്ന് പ്രതിജ്ഞ ചെയ്തു. പിൽക്കാലത്ത് അതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആസിം റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കുകൾ കൊല്ലുകയും ആസിമിന്റെ തലയോട്ടിയിൽ മദ്യം കുടിക്കുമെന്ന് നേരത്തെ ഉഹദിൽ കൊല്ലപ്പെട്ട ചിലർ
പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തത് കാരണത്താൽ ആസിമിന്റെ ശരീരം ലഭിക്കാൻ മുശ്രിക്കുകൾ ശ്രമിച്ചു എന്നാണ്. എന്നാൽ ആസിം റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ ശരീരം ഒരു മുശ്രിക്ക് തൊടരുത് എന്ന്. അങ്ങനെ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് അവർ ചെല്ലുമ്പോൾ ഒരു തേനീച്ച കൂട്ടം അവിടെ പൊതിഞ്ഞ്, കടന്നൽ കൂട്ടം അവിടെ പൊതിഞ്ഞ് അവരെ ആക്രമിക്കുകയാണ്. അവർക്കത് അവിടെ കടുക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് ചെന്നപ്പോഴാകട്ടെ ഒരു വലിയ വെള്ളമൊഴുക്ക് ഉണ്ടാവുകയും പിന്നെ ആസിം റളിയല്ലാഹുവിന്റെ ശരീരം അവർക്ക് കിട്ടാത്ത രൂപത്തിൽ അവിടെ നിന്ന് എങ്ങോ മറഞ്ഞു പോവുകയും ചെയ്യുകയുണ്ടായി. ഉഹദിൽ ആസിം റളിയല്ലാഹു അൻഹു ശത്രുക്കൾക്ക് വരുത്തിവെച്ച നഷ്ടങ്ങൾ കാരണത്താലാണ് അവർ അങ്ങനെ പ്രതിജ്ഞ ചെയ്തത്. നോക്കൂ, അതിൽ ചില സഹാബിമാർ അവരുടെ ധീരമായ പോരാട്ടത്തിന്റെ ചരിത്രം ഉഹദിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതിലൊരു സഹാബിയാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ വേളയിൽ അവിടുന്ന് വാളെടുത്ത് പറയുകയുണ്ടായി, മൻ യഖുദു മിന്നി ഹാദാ, എന്നിൽ നിന്ന് ആരാണ് ഇത് സ്വീകരിക്കുക? മുസ്ലിമിന്റെ സഹീഹിലുള്ള ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ യഖുദു മിന്നി ഹാദാ ഫബസതു ഐദിയഹും, അപ്പോൾ അവരെല്ലാം അവരുടെ കൈകൾ നീട്ടി. കുല്ലു ഇൻസാനിൻ മിൻഹും യഖൂൽ അന അന, എല്ലാവരും പറയുന്നു ഞാൻ ഞാൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് ചോദിച്ചപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. നേരത്തെ ആരാണ് ഈ വാള് സ്വീകരിക്കുക എന്നേ പറഞ്ഞുള്ളൂ, അപ്പൊ എല്ലാവരും കൈനീട്ടി. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമൻ യഖുദുഹു ബിഹഖ്ഖിഹി, ഇതിന്റെ ബാധ്യത നിറവേറ്റാം എന്ന കരാറോടെ ആരാണിത് സ്വീകരിക്കുക എന്ന് ചോദിച്ചു. ഫഅഹ്ജമൽ ഖൗം, അപ്പൊ ആരും എന്ത് ചെയ്തില്ല, ഇത് സ്വീകരിക്കാൻ മുന്നോട്ട് വന്നില്ല. എന്ന് പറഞ്ഞാൽ ആ ബാധ്യത ഏറ്റത് വാങ്ങിയാൽ പിന്നെ അത് വിട്ടാതെ പോയേക്കുമോ, വിട്ടാൻ സാധിക്കാതെ പോയേക്കുമോ എന്നവർ പേടിച്ചു. ആ സമയത്ത് അബൂ ദുജാന റളിയല്ലാഹു അൻഹു, സിമാക് ഇബ്നു ഖറശ, അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന ആഖുദുഹു ബിഹഖ്ഖിഹി, ഞാൻ അതിന്റെ ബാധ്യത നിറവേറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുകൊണ്ട് നബി അത് സ്വീകരിച്ചു കൊള്ളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഫലഖ ബിഹി ഹാമൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളുടെ ശിരസുകൾ ഒന്നൊന്നായി അത് മുഖേന ഛേദിക്കുകയുണ്ടായി. അവരുടെ തലയിൽ അത് മുഖേന വലിയ നഷ്ടം അവരുടെ തലക്ക് നേരെ വെട്ടിക്കൊണ്ട് അബൂ ദുജാന റളിയല്ലാഹു അൻഹു വരുത്തി തീർക്കുകയുണ്ടായി. ആ ചരിത്രത്തിൽ നമുക്ക് കാണാം, അബൂ ദുജാന റളിയല്ലാഹു അൻഹു മുശ്രിക്കുകളുടെ ഇടയിലേക്ക് കടന്നു കയറുകയും അവരുടെ സഫിനുള്ളിലേക്ക് ഓരോ ശത്രുവിനെയും വകവരുത്തിക്കൊണ്ട് പോവുകയും ഒടുവിൽ സ്ത്രീകളുടെ ഭാഗത്ത് അദ്ദേഹം എത്തുകയും ചെയ്തു എന്നാണ്. അവിടെ ഹിന്ദുണ്ടായിരുന്നു, അബൂ സുഫിയാന്റെ ഭാര്യ. അവർക്ക് നേരെ അബൂ ദുജാന വാൾ വരുത്തുകയും പിന്നീട് അവരെ വെട്ടാതിരിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണ്, പക്ഷെ ആ സ്ത്രീയുടെ നേരെ വാളോങ്ങി ഒന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെന്നപ്പോ ആ സ്ത്രീ അവിടെ എത്തുമ്പോ വിളിച്ച് സഹായം തേടുകയാണ്. ഒരാളും അവളെ സഹായിക്കാൻ വന്നില്ല. അപ്പൊ ഒരാളും സഹായിക്കാനില്ലാത്ത ഒരു പെണ്ണിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ വാള് കൊണ്ട് വെട്ടുക എന്ന് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാളിന് ഞാൻ ബഹുമാനം കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. അപ്പൊ നോക്കൂ നിങ്ങൾ, അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായ പോരാട്ടം ഉഹദിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത്. അങ്ങനെ പറയേണ്ടുന്ന മറ്റൊരു സഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ, ജാബിറിന്റെ ഉപ്പയായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു. നോക്കൂ, അദ്ദേഹം ഉഹദിൽ കൊല്ലപ്പെടുകയുണ്ടായി. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ കാന യൗമ ഉഹദ് ജീഅ ബിഅബി മുസജ്ജൻ വഖദ് മുസ്സില ബിഹ്.
എന്റെ പിതാവിന്റെ ശരീരം ഉഹദിന് ശേഷം കൊണ്ടുവന്നു. അത് മൂടിയിട്ടുണ്ടായിരുന്നു, തുണിയിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. വഖദ് മുസ്സില ബിഹ്, എന്റെ പിതാവിന്റെ ശരീരം അത് തംസീല നടത്തിയിട്ടുണ്ട്. തംസീൽ എന്നാൽ ശരീരം തുണ്ടം തുണ്ടമാക്കുക, ശരീരത്തിൽ കേടുപാടുകൾ വരുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്, യുദ്ധത്തിനും അത് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ്. എന്നാൽ മുശ്രിക്കുകൾ അങ്ങനെ മുസ്ലിമീങ്ങളുടെ പക കാരണത്താൽ ശരീരം കേടുവരുത്തുക, മുഖവും മറ്റും കേടുവരുത്തുക, മുഖത്തൊക്കെ വെട്ടി രൂപമാറ്റം വരുത്തുക, അതാണ് തംസീൽ. അബൂ സുഫിയാൻ ഉഹദിന് ശേഷം പറയുന്ന വാചകങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അതിൽ നമുക്ക് കാണാം, അബൂ സുഫിയാൻ ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഉമറും ഒക്കെ കേൾക്കെ ഉച്ചത്തിൽ പറയുകയുണ്ടായി, കൊല്ലപ്പെട്ടവരിൽ ഇങ്ങനെ തംസീൽ നടത്തിയ, ചിത്രവധം എന്ന് പറയുന്നത് ശരീരമൊക്കെ കേടുവരുത്തുക, അങ്ങനെ വരുത്തിയ ചിലരെ നിങ്ങൾക്ക് കാണാം. ഞാനത് ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല. അബൂ സുഫിയാൻ പറയുകയാണ്, മുശ്രിക്കുകളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ അന്ന് മുസ്ലിം ആയിരുന്നില്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ അത് ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല, പക്ഷേ ചെയ്തതിൽ എനിക്ക് എതിർപ്പുമില്ല എന്ന് അബൂ സുഫിയാൻ ആ സമയത്ത് പറയുകയുണ്ടായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ പലരെയും അവരങ്ങനെ ചെയ്തിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചെയ്തത് ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. നോക്കൂ, അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഫഅറദ്തു അൻ അർഫഅ സൗബ്, വസ്ത്രം നീക്കി ഉപ്പയുടെ മുഖം നോക്കാൻ ഞാൻ ഉദ്ദേശിച്ചു, വസ്ത്രം നീക്കാൻ ഒരുങ്ങി. ഫനഹാനി ഖൗമി, എന്റെ ആളുകൾ വിലക്കി, ചെയ്യണ്ടെന്ന് പറഞ്ഞു, നോക്കണ്ടെന്ന് പറഞ്ഞു. ثم أردت أن أرفع الثوب فنهاني قومي, വീണ്ടും ഞാൻ വസ്ത്രം നീക്കാൻ ഉദ്ദേശിച്ചു, എന്റെ ആളുകൾ എന്നെ വിലക്കി, കുടുംബക്കാർ വിലക്കി. فرفعه رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തുണി നീക്കി, അല്ലെങ്കിൽ നബി തുണി നീക്കാൻ കൽപ്പിച്ചു. فسمع صوت باكية أو صائحة, അപ്പോൾ അബ്ദുള്ള റളിയല്ലാഹുവിന്റെ കുടുംബക്കാരികളായ സ്ത്രീകളിൽ ചിലർ കരയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. നബി ചോദിച്ചു, മൻ ഹാദിഹി, ആരാണ് കരയുന്നത്? ഫഖാലു ബിൻതു അംറിൻ ഔ ഉഖ്തു അംർ, അംറിന്റെ മകൾ അല്ലെങ്കിൽ അംറിന്റെ സഹോദരി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണ്, അദ്ദേഹത്തിന്റെ സഹോദരിയോ അല്ലെങ്കിൽ പിതാവിന്റെ സഹോദരിയോ ആണ് കരഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിമ തബ്കി, എന്തിനാണ് കരയുന്നത് അവൾ? ഫമാ സാലത്തിൽ മലായികതു തുദില്ലുഹു ബിഅജ്നിഹതിഹാ ഹത്താ റുഫിഅ, അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് ഇദ്ദേഹത്തിന് തണൽ വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഹത്താ റുഫിഅ, ആ മയ്യിത്ത് ഖബറിലേക്ക് വെക്കുന്നത് വരെ. സുബ്ഹാനല്ലാഹ്, ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അദ്ദേഹം തുല്യതയില്ലാത്ത പോരാട്ടം ഉഹദിൽ നടത്തുകയുണ്ടായി. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉഹദ് യുദ്ധത്തിന് ശേഷം പ്രയാസത്തോടെ ദുഃഖത്തോടെ ഞാൻ ഇരിക്കുന്നത് കണ്ടു. പിതാവ് മരിച്ചതിലുള്ള ദുഃഖത്തിൽ. അദ്ദേഹത്തിന് കുറെ ചെറിയ സഹോദരിമാരുണ്ടായിരുന്നു, പാക്ക് കടങ്ങളുണ്ട്, മരിക്കുകയും ചെയ്തു, ഷഹീദാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ജാബിർ, ഓ ജാബിർ, മാലി അറാക മുൻകസിറ, എന്താണ് ജാബിർ ദുഃഖിതനായി പ്രയാസപ്പെട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇസ്തുഷ്ഹിദ അബി വതറക ഇയാലൻ വദൈന, എന്റെ ഉപ്പ ഉഹദിൽ ഷഹീദായിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു, കടങ്ങൾ ബാക്കി വച്ചിട്ടുണ്ട്, അതുപോലെ കുടുംബക്കാർ ഇനി നോക്കേണ്ട പ്രാരാബ്ദം മുന്നിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉബശ്ശിറുക ബിമാ ലഖിയ അല്ലാഹു ബിഹി അബാക്, നിന്റെ പിതാവിന് അള്ളാഹു നൽകിയത് എന്താണ് എന്ന് ആ സന്തോഷ വാർത്ത ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ അള്ളാഹുവിന്റെ റസൂലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ കല്ലമല്ലാഹു അഹദൻ ഖത്തു ഇല്ലാ മിൻ വറാഇ ഹിജാബ് وإن الله أحيا أباك فكلمه كفاحا, അള്ളാഹു ഇതിനു മുമ്പ് ഒരാളോടും ഒരു മറക്കു പിന്നിലല്ലാതെ, ഒരു ഹിജാബിന് പിന്നിലല്ലാതെ സംസാരിച്ചിട്ടില്ല. എന്നാൽ നിന്റെ പിതാവിനോട് അള്ളാഹു ഒരു മറയുമില്ലാതെ സംസാരിച്ചിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഫഖാല യാ അബ്ദി, അള്ളാഹു പറഞ്ഞു, ജാബിറിന്റെ പിതാവ് അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബ്ദി തമന്ന ഉഅതിക്,
നീ ആഗ്രഹിച്ചുകൊള്ളൂ, എന്തു വേണമെങ്കിലും ഞാൻ നിനക്ക് നൽകാം. ഖാൽ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് പറഞ്ഞു, തുഹീനി ഫഅഖ്തൽ ഖത്ലതൻ താനിയ. അല്ലാഹുവേ, നീ എനിക്കൊന്നുകൂടി ദുനിയാവിൽ ജീവിതം തരണം, ഒന്നുകൂടി നിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടാൻ. അല്ലാഹു പറഞ്ഞു, ഇന്നി ഖദൈതു അന്നഹും ലാ യർജിഊൻ. എന്റെ വിധിയായി വന്ന കാര്യമാണ് എന്ത്? ഒരിക്കൽ മരിച്ചവർ പിന്നീട് തിരിച്ചു പോവുകയില്ല. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അവരുടെ കാര്യത്തിലാണ് അവതരിച്ചത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചവരെന്ന് നിങ്ങൾ ധരിക്കരുത്. ബൽ അഹ്യാഉൻ, മറിച്ചവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിനരികിൽ. യുർസഖൂൻ, അവർക്ക് റിസ്ക് നൽകപ്പെടുന്നു. ഒരാൾ തൗഹീദ് പഠിച്ച അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന സാധാരണക്കാരിൽ ഒരാൾ, അയാളോട് ശിർക്ക് ജനങ്ങളെ പഠിപ്പിക്കുന്ന അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരിൽ ഒരാൾ ഈ ആയത്തോതി മരിച്ചവരെ വിളിച്ചു തേടാൻ തെളിവന്നോണം ഈ ആയത്തോതി. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ നിങ്ങൾ മരിച്ചവരെന്ന് വിചാരിക്കരുത്, മറിച്ചവർ ജീവിച്ചിരിക്കുന്നവരാണ്. എന്ന ആയത്ത് ഓതി. ഈ സാധാരണക്കാരനായ ഇദ്ദേഹം തിരിച്ചു ചോദിച്ചു, അവരെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? യർസുഖൂൻ എന്നാണോ അതല്ല യുർസഖൂൻ എന്നാണോ? യർസുഖൂൻ എന്നാൽ അവർ ആളുകൾക്ക് റിസ്ക് നൽകുന്നു. യുർസഖൂൻ എന്നാൽ അവർക്ക് റിസ്ക് ലഭിക്കും. അള്ളാഹു റിസ്ക് നൽകുന്നു. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഇയാൾ പറഞ്ഞു യുർസഖൂൻ, അവർക്ക് റിസ്ക് ലഭിക്കുന്നു, അള്ളാഹു അവർക്ക് റിസ്ക് നൽകുന്നു. അപ്പൊ ഇദ്ദേഹം, ഈ സാധാരണക്കാരൻ ഇദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ അവർക്ക് റിസ്ക് കൊടുക്കുന്ന അള്ളാഹിനോട് തേടിക്കോളാം. അവർക്ക് റിസ്ക് നൽകുന്ന റബ്ബേതോ അവനോട് ഞാൻ തേടിക്കോളാം. അതാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്. ഈ ശിർക്കിന്റെ വക്താക്കളിൽപ്പെട്ട എത്രയോ അവരെ കൂട്ടത്തിൽ ആലിമീങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുകളെ നേരിടാൻ തൗഹീദ് മനസ്സിലാക്കിയ ഒരു സാധാരണക്കാരൻ മതിയാവും. ഒരു സാധാരണക്കാരൻ. അത് തൗഹീദിന്റെ ശക്തിയാണ്, തൗഹീദിന്റെ ബലമാണ്. മുസ്ലിയാക്കന്മാർ കുറെ കാലം കുത്തിയിരുന്ന് പലതും പഠിച്ചിട്ടുണ്ടാവും. തൗഹീദ് പഠിച്ചില്ല, എന്ത് കാര്യമാണുള്ളത്? യാതൊരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. കുറെ നഹ്വ് പഠിച്ചിട്ടുണ്ടാവും, കുറെ മന്തിക്ക് പഠിച്ചിട്ടുണ്ടാവും, വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. തൗഹീദ് മാത്രം പഠിച്ചിട്ടില്ല, യാതൊരു കാര്യവും ഒരു പ്രയോജനവുമില്ല. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അതൊരുവൻ പഠിച്ചാൽ വലിയ വിജ്ഞാനമാണ് അവന് കിട്ടിയിട്ടുള്ളത്. അള്ളാഹുവിന് വലിയ തൗഫീഖാണ്, വലിയ ഔദാര്യമാണ് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ സ്തുതിക്കേണ്ട കാര്യമാണ്. നോക്കൂ നിങ്ങൾ, അവർ അള്ളാഹുവെങ്കിൽ ജീവിച്ചിരിക്കുന്നു, അവർ ബർസഖിയായ ലോകത്ത് പ്രത്യേകമായ ഒരു ജീവിതം ജീവിക്കുന്നു. അതിനർത്ഥം അവരെ വിളിച്ചു തേടാമെന്നല്ല. അവരെ വിളിച്ചൊരുവൻ തേടിയാൽ അവർ ഏതൊരു മാർഗത്തിനു വേണ്ടിയാണോ പോരാടി മരിച്ചത് ആ എതിരായ മാർഗമാണ് അവൻ സ്വീകരിച്ചിട്ടുള്ളത്. ബദരീങ്ങൾ ഒരുവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ നാളെ പരലോകത്ത് ബദരീങ്ങളുടെ മിത്രങ്ങളുടെ കൂട്ടത്തിലല്ല ഉണ്ടാവുക, മറിച്ച് ബദരീങ്ങളുടെ ശത്രുക്കളായ അബൂജഹലിന്റെയും അബൂലഹബിന്റെയും ഒക്കെ കൂട്ടത്തിൽ, അവരുടെ കൂട്ടത്തിലാണ് അള്ളാഹു ഒരുമിച്ച് ചേർക്കുക. മനസ്സിലായില്ലേ? ഖുർആൻ അള്ളാഹു പറഞ്ഞില്ലേ, അക്രമികളെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക. എന്താണ് അവിടെ അസ്വാജഹും എന്ന് പറഞ്ഞാൽ? നുദറാഅഹും വഅംസാലഹും, അതാണ് അവിടെ അർത്ഥം. അഥവാ അവരെ പോലെ പണിയെടുത്തവൻ, പഴയ കാലത്തെ മുശ്രിക്കിനെയും ആധുനിക കാലത്തെ മുശ്രിക്കിനെയും ഒരുമിച്ച്, പഴയ കാലത്തെ മുഅ്മിനീനെയും ആധുനിക കാലത്തെ മുഅ്മിനെയും ഒരുമിച്ച്. അപ്പൊ നോക്കൂ നിങ്ങൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവൻ അവൻ ഔലിയാഇന്റെ, ശുഹദാഇന്റെ, ബദരീങ്ങളുടെ ഒന്നും മാർഗത്തിലല്ല, മറിച്ച് അവരുടെ ശത്രുക്കളുടെ മാർഗത്തിലാണ്. നഊദു ബില്ലാഹ്. ശുഹദാക്കൾ അള്ളാഹുവിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞതാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിലുള്ള പ്രത്യേകമായ ജീവിതമാണ്. അതല്ലാതെ ദുനിയാവിലെ ആളുകളെ സഹായിക്കാൻ അവർക്ക് സാധിക്കുമെന്നല്ല. ദുനിയാവിലെ ആളുകൾ ഇനി മുതൽ അവരോടാണ് വിളിച്ചു തേടേണ്ടത് എന്നല്ല. എങ്കിൽ പിന്നെ ആ യുദ്ധം തന്നെ എന്തിനുണ്ടായി? ഇത് വെറുതെ ഉണ്ടായതാണോ? ഇത് കേവലം ഒരു
എന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ നടന്ന യുദ്ധമാണോ? ഒരിക്കലുമല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ യുദ്ധമാണ്. അതിന്റെ നിബന്ധനകൾ പാലിക്കപ്പെട്ട യുദ്ധമാണ്. ആരെങ്കിലും കാണിച്ചു കൂട്ടുന്ന തോന്നിവാസമല്ല. ആർക്കെങ്കിലും ജിഹാദാണെന്ന് തോന്നി എന്തെങ്കിലും പോയി ചെയ്യുന്നതല്ല ഇതൊന്നും. ഇത് ഇസ്ലാമിലെ യഥാർത്ഥ യുദ്ധത്തിന്റെ കഥയാണ് ഈ പറയുന്നത്. ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടില്ലേ അത് ഇസ്ലാമിന്റെ യുദ്ധമാവുകയില്ല. അതൊക്കെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ഭീകര പ്രവർത്തനങ്ങളായിട്ടാണ് മാറുക. നഊദു ബില്ലാഹ്. ഇവിടെ ശുഹദാക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഹദിന്റെ തലേന്ന് രാത്രി എന്റെ പിതാവ് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മാ ഉറാനി ഇല്ലാ മഖ്തൂലൻ ഫീ അവ്വലി മൻ യുഖ്തലു മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് തോന്നുന്നത് ഞാൻ നാളെ ഉഹദിൽ ആദ്യം മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കൊല്ലപ്പെടുന്നവരിൽ ഞാനുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് അത് ആദ്യമേ തോന്നുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, وإني لا أترك بعدي أعز علي منك غير نفس رسول الله صلى الله عليه وسلم. മോനെ ജാബിർ, അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ നിന്നെ പോലെ എന്റെ മനസ്സിൽ സ്ഥാനമുള്ള എനിക്ക് വിലപ്പെട്ട വേറെ ആരുമില്ല. മകനോട് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പിതാവ് ഉഹദിന്റെ തലേന്ന് സംസാരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്ര ഹൃദയസ്പർക്കായ സംസാരമാണത്. അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നീയോളം വിലയുള്ള, നിന്നെ പോലെ ഞാൻ വില കൽപ്പിക്കുന്ന വേറെ ആരുമില്ല മോനെ. അതുകൊണ്ട് നീ അറിയണം, ഫഇന്ന അലയ്യ ദൈന, എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, ഫഖ്ദി, നീ അത് വീട്ടണം, എന്റെ മരണശേഷം അത് വീട്ടണം. വസ്തൗസി ബി അഖവാതിക ഖൈറാ, നിന്റെ സഹോദരിമാരെ നന്നായി നോക്കണം. ഫഅസ്ബഹ്നാ ഫകാന അവ്വല ഖതീൽ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിറ്റേന്ന് ആദ്യം കൊല്ലപ്പെട്ടവരിൽ ആരുണ്ട്? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. യുദ്ധശേഷം പിതാവിന്റെ കടങ്ങൾ വീട്ടാൻ ജാബിർ റളിയല്ലാഹു അൻഹു ശ്രമിച്ച കഥ വളരെ പ്രസിദ്ധമാണ്. സഹീഹായ ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് കടക്കാരെ വിളിച്ചു. എന്നിട്ട് അവരോട് ഇളവ് ആവശ്യപ്പെട്ടു. പക്ഷെ ഒരാരും ഇളവ് കൊടുക്കാൻ അവർ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ജാബിർ റളിയല്ലാഹു അൻഹു കൊടുക്കാനുള്ള ഒരൽപ്പം കാരക്ക കൊടുക്കാൻ, അത് വെച്ചിട്ടാണ് കടം വീട്ടുന്നത്. അത് കൊടുത്താൽ കടം വീടും. അത് ജാബിർ റളിയല്ലാഹു അൻഹു ശേഖരിച്ചു വെക്കുകയും കൊടുക്കുകയും ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കടങ്ങൾ വീട്ടി തുടങ്ങുകയാണ്. കൊടുത്തു വീണ്ടും കൊടുത്തു, കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു, പൂർത്തിയാക്കി. എന്നിട്ടും ആ കാരക്കുകൾ അവിടെ അതുപോലെ ബാക്കിയുണ്ട്. വലിയ കടമുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കൊണ്ട് അല്ലാഹു അതിൽ ബറക്കത്ത് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനോട് പറഞ്ഞു, നീ ഈ സംഭവം ഉമറിനോട് പോയി പറഞ്ഞു കൊടുക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു പോയി ഉമറിന് പറഞ്ഞു കൊടുക്കും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ കാര്യത്തിൽ സംഭവിച്ച കാര്യമാണ്. ഉഹദിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഇസ്ലാമിന്റെ പോരാളികളിൽ ഒരാളായ സഹാബി ഹവ്വല ഇബ്നു അബി ആമിർ റളിയല്ലാഹു അൻഹു. ഹവ്വല മുശ്രിക്കുകളുടെ നേതാവായ അബൂ സുഫിയാന് നേരെ ആയുധവുമായി ചെല്ലുകയുണ്ടായി. എന്നാൽ അബൂ സുഫിയാനെ കൊല്ലുന്നതിന് മുമ്പ് അബൂ സുഫിയാനെ ഏതാണ്ട് ഹവ്വല റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തുമെന്നായി. പക്ഷേ ആ സമയത്ത് ശദ്ദാദ് ബിൻ അസ്വദ് വാളുകൊണ്ട് ഹവ്വലയെ വിട്ടുവീഴ്ത്തുകയാണ്. നിങ്ങൾ നോക്കണം, അള്ളാഹു തീരുമാനിച്ചത് അബൂ സുഫിയാൻ അന്ന് കൊല്ലപ്പെടരുത് എന്നാണ്. സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി, സഹാബിയായി. അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ. അന്ന് കൊല്ലപ്പെട്ടില്ല. പകരം ഹവ്വല തന്നെ കൊല്ലപ്പെട്ടു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറയുകയുണ്ടായി, ഇന്ന സാഹിബകും തുഗസ്സിലുഹുൽ മലായിക, ദാ നിങ്ങളുടെ കൂട്ടുകാരനെ മലക്കുകൾ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഫസലു സാഹിബത, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് നിങ്ങൾ ചോദിച്ചു നോക്കി, എന്താണ് അദ്ദേഹം എങ്ങനെയാണ് യുദ്ധത്തിന് പുറപ്പെട്ടത്, എന്താണ് അദ്ദേഹത്തിന്റെ കഥയെന്ന് ചോദിക്കുക. ഫഖാല, ചോദിച്ചപ്പോൾ ഹബ്ദല റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, ഇന്നഹു ഖറജ ലമ്മ സമിഅൽ ഹായിഅ വഹുവ ജുനുബ്, യുദ്ധത്തിനുള്ള വിളിയാളം കേട്ടപ്പോൾ അദ്ദേഹം ജനാബത്തുകാരനായിരുന്നു. പക്ഷേ ആ വിളിയാളം വന്നപ്പോൾ അത് കുളിക്കാൻ നിൽക്കാതെ അദ്ദേഹം എടുത്തിറങ്ങുകയാണ്, ഉഹദിലേക്ക് പോവുകയാണ്. فقال رسول الله صلى الله عليه وسلم, ഇതറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لذلك غسلته الملائكة, അതുകൊണ്ടാണ് മലക്കുകൾ അദ്ദേഹത്തെ കുളിപ്പിക്കുകയുണ്ടായി. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സ്വീകാര്യോഗ്യമായ ഹദീസാണ്. ഇമാം അൽ-അൽബാനി സിൽസിലത്തു സഹീഹയിൽ ഹസൻ എന്നീ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രസിദ്ധമായ സംഭവമാണ് ഹബ്ദല റളിയല്ലാഹു അൻഹു ഈ കാര്യം. അതുകൊണ്ട് അദ്ദേഹം ഗസീൽ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മക്കളെ വരെ പറയാറുണ്ട് ഇബ്നുൽ ഗസീൽ, ഗസീലായ ഹബ്ദലയുടെ മകൻ, അഥവാ മലക്കുകൾ കുളിപ്പിച്ച ഹബ്ദല റളിയല്ലാഹു അൻഹുവിന്റെ മകൻ എന്ന് പറയാറുണ്ട്. ഉഹദിലെടുത്തു പറയേണ്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ മറ്റൊരാൾ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. അംർ ഇബ്നുൽ ജമൂഹ് അദ്ദേഹത്തിന്റെ മക്കളായിരുന്നു ആദ്യം മുസ്ലിമീങ്ങളായത്. അദ്ദേഹം ആദ്യം ഒന്നും മുസ്ലിം ആയിരുന്നില്ല. എന്നാൽ മക്കൾ അദ്ദേഹത്തിന് ഇസ്ലാം മനസ്സിലാക്കാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം മുസ്ലിമായി. അദ്ദേഹം കാലിന് മുടന്തുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ഉഹദിന്റെ അന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ ഖുതില അൽ-യൗമ ദഖല അൽ-ജന്ന, ഇന്ന് കൊല്ലപ്പെട്ടയാൾ സ്വർഗ്ഗത്തിൽ പോകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. അദ്ദേഹം പറഞ്ഞു, ഫവല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, ലാ അർജിഉ ഇലാ അഹ്ലി ഹത്താ അദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കയറാതെ ഇനി എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോവുകയില്ല. فقال له عمر بن الخطاب, عمر بن الخطاب رضي الله عنه കേട്ടപ്പോൾ പറഞ്ഞു, യാ അമർ വഅമർ ലാ തഅല്ല അല അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ ഇങ്ങനെ ശപഥം ചെയ്തു പറയരുത്, നിങ്ങൾ ഉറപ്പിച്ചിട്ട് അങ്ങനെ പറയും. فقال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹലൻ യാ അമർ, അമർ വിട്ടേക്ക്. فإن منهم من لو أقسم على الله لأبره, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പിലാക്കി കൊടുക്കും. മിൻഹും അംർ ഇബ്നുൽ ജമൂഹ്, അംർ ഇബ്നുൽ ജമൂഹ് അവരിൽ ഒരാളാണ്. യഖൂദു ഫിൽ ജന്നതി ബിഅർജതിഹി, തന്റെ മുടന്തുമായി അദ്ദേഹം സ്വർഗ്ഗത്തിൽ ഊളിയിട്ട് പോകുന്നത്. സ്വർഗ്ഗത്തിൽ അദ്ദേഹം പ്രവേശിക്കുന്നു. സ്വർഗ്ഗത്തിലാകട്ടെ ദുനിയാവിലെ ന്യൂനതകൾ അത് ഉണ്ടാവുകയില്ല. അദ്ദേഹം ഉഹദിൽ കൊല്ലപ്പെട്ടു. അതിൽ മറ്റൊരു സഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പിതൃ സഹോദരനായ അനസ് ഇബ്നു നദർ എന്ന സഹാബിയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ സഹോദരൻ അനസ് ഇബ്ൻ നദർ. ഈ പിതൃവന്റെ പേരാണ് അനസിന് ഇട്ടുകൊടുത്തത്. ഉപ്പയുടെ പിതാവിന്റെ സഹോദരൻ, ആ പേര് ആർക്ക് കിട്ടും? അനസ് റളിയല്ലാഹു അൻഹു ഈ പേരിട്ടു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, غاب عمي أنس بن النضر عن قتال بدر, ബദറിൽ എന്റെ പിതൃ സഹോദരൻ അനസ് ഇബ്നു നദർ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഗിബ്തു അൻ അവ്വൽ ഖിതാലിൻ ഖാതൽതൽ മുശ്രിക്കീൻ, താങ്കൾ മുശ്രിക്കുകളോട് ചെയ്ത ഒന്നാമത്തെ യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. لئن الله أشهدني قتال المشركين ليرين الله ما أصنع, അല്ലാഹു എങ്ങാനും ഞാൻ ഇനി എങ്ങാനും മറ്റൊരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എന്റെ റബ്ബ് കാണുക തന്നെ ചെയ്യും. അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയാതെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എന്റെ റബ്ബ് കാണുക തന്നെ ചെയ്യും, അള്ളാഹു കാണുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. فلما كان يوم أحد وانكشف المسلمون, ഉഹദ് മുസ്ലിമീങ്ങൾ ഒരു വേളയിൽ പിന്തിരിഞ്ഞോടിയ സന്ദർഭമുണ്ടായി.
അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിമ്മാ സനഅ ഹൗലാ വഅബ്റഉ ഇലൈക മിമ്മാ സനഅ ഹൗലാ. അല്ലാഹുവേ, ഇതാ ഇവർ മുസ്ലിമീങ്ങളെ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഇവർ ഇന്ന് ഈ ചെയ്തതിന് റബ്ബേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. മുശ്രിക്കുകളെ ചൂണ്ടിയിട്ട് പറഞ്ഞു, റബ്ബേ ഇവർ ചെയ്തതിൽ നിന്ന് അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ നിന്നോട് പറയുകയാണ്. സുമ്മ തഖദ്ദം, എന്നിട്ട് അദ്ദേഹം മുന്നിലേക്ക് കുതിച്ചു. ഫസ്തഖ്ബലഹു സഅദ് ഇബ്നു മുആദ്, ചെല്ലുമ്പോൾ അദ്ദേഹത്തെ സഅദ് ഇബ്നു മുആദ് എന്ന സഹാബി കാണുകയാണ്. സഅദിനോട് അദ്ദേഹം പറഞ്ഞു, യാ സഅദ് ഇബ്നു മുആദ്, ഓ സഅദ്, അൽ ജന്ന വറബ്ബിൻ നദർ ഇന്നി അജിദു റീഹഹാ മിൻ ദൂനി ഉഹദ്. നദറിന്റെ റബ്ബാണ് സത്യം, ഞാനിതാ സ്വർഗത്തിന്റെ പരിമളം എനിക്ക് ഉഹദിന്റെ താഴ്ഭാഗത്ത് ലഭിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് കുതിച്ചു. സഅദ് പറയുകയാണ്, ഫമസ്തതഅതു യാ റസൂലല്ലാഹ് മാ സനഅ. നബിയോട് പറയുക, അല്ലാഹുവിന്റെ റസൂലേ, അനസ് പോരാടിയ പോരാട്ടം എനിക്ക് വിവരിക്കാൻ പോലും സാധിക്കുന്നില്ല, എനിക്കത് വിവരിക്കാൻ സാധിക്കുന്നതിനപ്പുറമാണ്. അനസ് റളിയല്ലാഹു അൻഹു, അതായത് ഈ അനസ് ഇബ്നു നദറിന്റെ സഹോദരന്റെ മകൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫവജദ്നാ ബിഹി, ഉഹദിന് ശേഷം ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ശരീരം ലഭിച്ചു. ബിദ്അൻ വസമാനീന ദർബതൻ ബിസ്സൈഫ് ഔ തഅനതൻ ബിറുംഹ് ഔ റമ്യതൻ ബിസഹം. വാളുകൊണ്ടുള്ള വെട്ടും കുന്തം കൊണ്ടുള്ള കുത്തും അതുപോലെ അമ്പുകൊണ്ടുള്ള ഏറുമായി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 80-ലധികം മുറിവുകൾ ഞങ്ങൾ കാണുകയുണ്ടായി. ഫവജദ്നാഹു ഖദ് ഖുതിൽ, അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു. വഖദ് മസ്സല ബിഹിൽ മുശ്രികൂൻ, മുശ്രിക്കുകൾ അദ്ദേഹത്തെ ചിത്രവധം നടത്തിയിരിക്കുന്നു. ശരീരം കേടുവരിച്ചെന്ന് മാത്രമല്ല, ഫമ അറഫഹു അഹദ്, ഒരാൾക്കും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. ഇല്ല ഉഖ്തുഹു ബിബനാനി, അദ്ദേഹത്തിന്റെ വിരൽ തുമ്പുകൾ കണ്ടിട്ട് സഹോദരിക്കാണ് മനസ്സിലായത് ഇത് തന്റെ സഹോദരൻ അനസ് ഇബ്നു നദർ ആണ് എന്ന്. അത്രയും അദ്ദേഹത്തിന്റെ ശരീരം മുശ്രിക്കുകൾ കേടുവരുത്തിയിരിക്കുന്നു എല്ലാം. നോക്ക് നിങ്ങൾ, ഇതുപോലെ അവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അവതരിച്ചത് എന്നും ഹദീസിൽ കാണാം. ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലു തബ്ദീല. മുഅ്മിനുകളിൽ അല്ലാഹുവിനോട് കരാർ ചെയ്ത ആളുകളുണ്ട്. ഫമിൻഹും മൻ ഖദാ നഹ്ബ, ആ കരാർ പൂർത്തിയാക്കിയവരുണ്ട്. ചിലരാകട്ടെ കാത്തിരിക്കുന്നു തങ്ങളുടെ അവസരത്തിനു വേണ്ടി. വമാ ബദ്ദലു തബ്ദീല, അവർ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അവരുടെ ആ ദീനിലുള്ള സ്ഥിരതയോടുള്ള നിലപാടിന് ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല. ഈ ആയത്ത് അനസ് ഇബ്നു നദറിനെ പോലെയുള്ള ആളുകളുടെ കാര്യത്തിലാണ് അവതരിച്ചത് എന്ന് സഹാബിമാർ പറയുകയാണ്. ആയത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ ഒരു അറാബി, ഒരു ഗ്രാമീണരായ അറബിയെ സഹാബിമാർ പറഞ്ഞു വിട്ടു. കാരണം ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, നേരിട്ട് ചോദിക്കാൻ, പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങിയതിനു ശേഷം സഹാബിമാർക്ക് മടിയായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാഅ ഇൻ തുബ്ദ ലക്കും തസുഉകും. മുഅ്മിനുകളെ, നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് ചോദിക്കരുത്, അത് വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്കത് പ്രയാസകരമായി തീരും. എന്നാൽ അറാബികൾ, ഗ്രാമീണരായ അറബികൾ, മര്യാദകളൊന്നും പലതും അറിയാത്തവർ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല ചോദ്യങ്ങളും ചോദിക്കും. സഹാബിമാർ പറയാറുണ്ട്, അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാകും. ഞങ്ങൾ ചോദിക്കാൻ നമ്മുടെ മനസ്സിലുള്ള പലതും അവർ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുമ്പോൾ കൂടുതൽ വിജ്ഞാനം ലഭിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ അറാബികൾ ആരെങ്കിലും വന്ന് വല്ലതും ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഒരിക്കലും ഒരു അറാബി, ഒരു ഗ്രാമീണനായ അറബിയെ സഹാബിമാർ പറഞ്ഞുവിടുകയാണ്. അവർ പറഞ്ഞു, സൽഹു, നബിയോട് നീ പോയി ചോദിക്കുക, അമ്മൻ ഖദാ നഹ്ബഹു മൻഹു, കരാർ പൂർത്തിയാക്കിയവർ എന്ന് ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? പോയി ചോദിക്കൂ. കാരണം അവർക്ക് ചോദിക്കാൻ പേടിയാണ്, മടിയാണ്. അങ്ങനെ ഈ അറാബി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഅറദ അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു കളഞ്ഞു, മറുപടി പറഞ്ഞില്ല. വീണ്ടും ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തിരിഞ്ഞു കളഞ്ഞു. ആ സമയത്താണ് തൽഹ റളിയല്ലാഹു അൻഹു, തൽഹ ഇബ്നു ഉബൈദില്ലാഹ് വരികയാണ്. തൽഹയെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐന സായിലു അമ്മൻ ഖദാ നഹ്ബഹ, കരാർ പൂർത്തിയാക്കിയവർ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചവർ ആരാണ് എന്ന് ചോദിച്ച ആൾ ഇവിടെ പോയി. തൽഹയെ കാട്ടിയിട്ട് പറഞ്ഞു, ഹാദാ മിമ്മൻ ഖദാ നഹ്ബഹ,
അള്ളാഹുവിനോടുള്ള കരാർ പൂർത്തിയാക്കിയ ആൾ ഇതാ ഇദ്ദേഹമാണ്. തൽഹയുടെ ദിനമാണ് ഉഹദ് എന്നുവരെ പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. തൽഹയുടെ ദിവസമാണ് ഉഹദ്. അത്രയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിന്ന് സ്വന്തം ശരീരം നബിക്ക് മുന്നിൽ പരിചയാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന ആയുധങ്ങൾ നെഞ്ചുവരിച്ച് ഏറ്റുവാങ്ങിയ സഹാബിയാണ് തൽഹത്ത് ഇബ്നു ഉബൈദില്ല. യുദ്ധം കൊടുമ്പിരി കൊണ്ട ഒരു വേളയിൽ നബിയുടെ കൂടെ ആകെ തൽഹയും സഅദ് ഇബ്നു അബി വഖാസും മാത്രമായ വേള വരെ ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ളവർ എല്ലാവരും ഓടിപ്പോയി എന്നല്ല അർത്ഥം. ഇത് യുദ്ധഭൂമിയാണ്, ചിതറിപ്പോവും ആളുകൾ, മുട്ടിങ്ങോട്ടൊക്കെ ആയി പോകും. ഒരു വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുശ്രിക്കുകൾക്ക് എതിരിടുന്ന സമയത്ത് രണ്ടുപേർ മാത്രം ആകെ, തൽഹയും അതുപോലെ സഅദ് ഇബ്നു അബി വഖാസും റളിയല്ലാഹു അൻഹുമ, അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, അതാ അങ്ങനെ യുദ്ധം ഉഹദ് മുന്നോട്ട് പോയപ്പോൾ ആദ്യം മുസ്ലിമീങ്ങൾക്ക് വ്യക്തമായ വിജയമാണ് ഉണ്ടായത്. വ്യക്തമായ വിജയം. മുശ്രിക്കുകൾക്ക് ശരിയായ പ്രകടമായ പരാജയം. അതാണ് ഖുർആനിൽ സഹാബിമാർ സത്യം ചെയ്ത് പറയാറുണ്ട്. കാരണം ഖുർആനിൽ അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്, വലഖദ് സദഖകുമുല്ലാഹു വഅദഹു ഇദ് തഹസ്സൂനഹും ബിഇദ്നിഹി. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അവൻ പാലിച്ചിട്ടുണ്ട്. ഇദ് തഹസ്സൂനഹും ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നിങ്ങൾ അവരെ കൊലപ്പെടുത്തുന്ന സമയത്ത്. അഥവാ മുസ്ലിമീങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിജയിച്ചത്. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുസ്ലിമീങ്ങൾ അവരെ പരാജയപ്പെടുത്തി. ഫഹസമൂഹും ഫഅന വല്ലാഹി, അല്ലാഹുവാണ് ഞാൻ കണ്ടിട്ടുണ്ട്, അന്നിസാഅ യശ്ദുദ്ന, മുശ്രിക്കുകളുടെ കൂടെ വന്ന സ്ത്രീകൾ ഓടുന്നത്. ഖദ് ബദത് ഖലാഖിലുഹുന്ന, അവരുടെ കാലുകളിൽ ധരിച്ച ആഭരണം, പാദസരം അത് കാണാം. വഅസ്വാഖുഹുൻ, അവരുടെ കണങ്കാൽ കാണാം. റാഫിആത്തിൻ തിയാബുഹുന്ന, കാരണം വസ്ത്രം ആ നിലക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ഓടുകയാണ്. അത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നാൽ എന്താണ് ഉണ്ടായത്? വളരെ പ്രസിദ്ധമായ ചരിത്രമാണ്. ഈ വിജയത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ആർക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലമുകളിൽ നിർത്തിയ 50 അമ്പെയ്ത്തുകാർക്കാണ്. കാരണം യുദ്ധത്തിനിടയിൽ 3 തവണ ഖാലിദ് ഇബ്നുൽ വലീദിന്റെ നേതൃത്വത്തിലുള്ള കുതിരപ്പടയാളികൾ ആ വഴിക്ക് വന്നു എന്നാണ്. പക്ഷെ ഇവർ അതിന് മുകളിൽ നിന്ന് തുരുതുരെ അമ്പെയ്തതിനാൽ, അമ്പുകൾ അവരുടെ നേരെ വർഷിച്ചതിനാൽ അവർക്ക് മുന്നോട്ട് വരാൻ സാധിച്ചില്ല. അവർ പിന്തിരിഞ്ഞു പോവുകയുണ്ട്. 3 തവണ അത് ശ്രമിച്ചു എന്നാണ്. മുസ്ലിമീങ്ങളാകട്ടെ മുശ്രിക്കുകളെ പരാജയപ്പെടുത്തുകയും അവരെ ഓടിക്കുകയും ചെയ്തു. ഓടിപ്പോവുകയാണ്. യുദ്ധമുഖത്ത് നിന്ന് അവർ പിന്മാറി പിന്നിലേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ മുസ്ലിമീങ്ങൾ വ്യക്തമായ വിജയം നേടിയെന്ന് കണ്ടപ്പോൾ ഈ മലമുകളിൽ നിർത്തിയിരുന്ന 50 അമ്പെയ്ത്തുകാരിൽ ഭൂരിപക്ഷം ആളുകൾ അവർ പറഞ്ഞു, ഇതാ വിജയിച്ചിരിക്കുന്നു, ഇനി ഗനീമത്ത് സ്വത്ത് ശേഖരിക്കാൻ നമുക്ക് താഴേക്കിറങ്ങാം എന്ന് പറഞ്ഞു. അവരുടെ നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനസീതും മാ ഖാല ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോയോ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അവരുടെ നേതാവ് അവരോട് ചോദിച്ചു. പക്ഷേ അവരിൽ ബഹുഭൂരിപക്ഷം പേരും സമ്മതിച്ചില്ല. അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അബ്ദുല്ലാഹ് ഇബ്നു ജുബൈറിന്റെ കൂടെ 10-ൽ താഴെ ആളുകൾ മാത്രം അവിടെ ബാക്കിയായി. മുശ്രിക്കുകൾ ഓടുകയാണ്. ആ സമയത്ത് അതാ കുതിരപ്പടയാളികൾ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആ ഭാഗത്തുകൂടെ പിന്നിലൂടെ വരികയാണ്, കറങ്ങി വരികയാണ്. അതിവേഗത്തിലാണ് അവർ വന്നത് എന്നാണ്. കണ്ണിമോട്ടുന്ന വേഗത്തിൽ അവർ അതിലൂടെ കറങ്ങി വന്നു. അമ്പെയ്ത്തുകാരായി അവിടെ ഉള്ളത് കുറച്ചാളുകൾ മാത്രമാണ്. അവരെ കൊലപ്പെടുത്തി മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയാണ്. പിന്നിൽ നിന്ന് ആക്രമിച്ചു. അവിടെ ഇബ്ലീസ്, സഹിഹായ ഹദീസുകൾ കാണാം, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ വരൂ നിങ്ങൾ, പിന്നിലേക്ക് വരൂ നിങ്ങൾ എന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ്. മുസ്ലിമീങ്ങൾ അവർ പിന്നിൽ നിന്ന് ആക്രമിക്കപ്പെട്ടു എന്ന് കണ്ടതോടെ പിന്തിരിഞ്ഞോടിയ മുശ്രിക്കുകൾ അവർ തിരിച്ചു വന്നു. അവരിൽപ്പെട്ട ഒരു സ്ത്രീ
അവൾ എന്തു ചെയ്തത്ര? താഴെ വീണ് അവരുടെ പതാക അത് എടുത്ത് ഉയർത്തുകയുണ്ടായി. ആ പതാക എടുത്ത് ഉയർത്തുകയുണ്ടായി. അതോടെ അവരെല്ലാവരും ഒരുമിച്ച് ചേരുകയും മുസ്ലിമീങ്ങൾ രണ്ടു ഭാഗത്തു നിന്നും ശത്രുക്കൾക്ക് നടുവിലായി പോവുകയും ചെയ്തു. ഇരു സൈന്യങ്ങൾ പരസ്പരം കൂടിക്കലരുകയാണ്. കൂടിക്കലർന്ന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാത്ത അവസ്ഥ. പരസ്പരം തന്നെ ചിലരെ കൊലപ്പെടുത്തി പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. ആ കൂട്ടത്തിലാണ് ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് യമാൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം യമാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. യഥാർത്ഥ പേര് ഹുസൈൽ എന്നാണ്. ഹുസൈൽ ഇബ്നു ജാബിർ. അദ്ദേഹം കൊല്ലപ്പെട്ടു. മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ കൊല്ലാനൊരുങ്ങി. കാരണം അദ്ദേഹവും ഹുദൈഫയും യുദ്ധത്തിൽ ആദ്യം വന്നിരുന്നില്ല എന്നാണ്. പിന്നീട് അവർ വന്നിട്ട് സൈന്യത്തിൽ ചേർന്നതാണ്. പിന്നെ വന്നിട്ട് മുസ്ലിമീങ്ങളുടെ കൂടെ ചേർന്നതാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ ആളറിയാതെ ഹുദൈഫയുടെ പിതാവിനെ കൊലപ്പെടുത്താൻ പോകുമ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അബി ഇബാദല്ലാഹ്, എന്റെ ഉപ്പയാണത് എന്ന് അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി കഴിഞ്ഞു. അബദ്ധത്തിൽ സംഭവിച്ചതാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. താബിഈങ്ങൾ പറഞ്ഞത് കാണാം, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ മരണം വരെ ആ നന്മ, ആ ചെയ്ത പ്രവർത്തനത്തിന്റെ അത് കാരണത്താലുള്ള നന്മ ബാക്കിയെ ഉണ്ടായിരുന്നില്ല. കാരണം സ്വന്തം പിതാവാണ് കൊല്ലപ്പെട്ടത്. അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ്. തന്റെ സഹോദരങ്ങളുടെ കൈക്ക് സംഭവിച്ചതാണ്. അദ്ദേഹം ഉടനെ പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അങ്ങനെ മുസ്ലിമീങ്ങൾ അവർ ചിതറിപ്പോയി. അവരുടെ അത് കൂടിക്കലർന്നു പോയി. ആകെ അന്താളിപ്പിലായി പോയി. മുസ്ലിമീങ്ങളിൽ അവരുടെ സൈന്യത്തിൽ പ്രമുഖനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ പ്രിയപ്പെട്ട അവിടുത്തെ പിതൃ സഹോദരൻ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അതാ കൊല്ലപ്പെടുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വഹ്ഷി എന്ന് പറയുന്ന അടിമയെ മക്കയിൽ ഖുറൈശികൾ പറഞ്ഞുറപ്പിച്ചു വന്നതാണ്. ഹംസയെ കൊന്നാൽ നീ സ്വതന്ത്രനാണ്. അദ്ദേഹം കുന്തത്തിന് സമാനമായ, അല്ലെങ്കിൽ കുന്തം തന്നെ, അത് എറിയുന്നതിൽ വളരെ അഗ്രഗണ്യനായിരുന്നു. അങ്ങനെ അദ്ദേഹം കാത്തിരുന്നു. ഈ ആളുകളൊക്കെ ചിതറിയ സമയത്ത് ഹംസയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം എറിയുകയും ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയും ചെയ്തു. വഹ്ഷി പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. വഹ്ഷി പറയാണ്, ഞാൻ എന്ത് ചെയ്തു? ഹംസയെ കൊന്നപ്പോ ഞാൻ പിന്നെ പോയി സൈന്യത്തിലൊരു ഭാഗത്തിരുന്നു. പിന്നെ ഞാനൊന്നും ചെയ്തില്ല. കാരണം എനിക്ക് എന്റെ ഒരേ ഒരു ലക്ഷ്യം ഹംസയെ കൊല്ലല. അതോടെ ഞാൻ സ്വതന്ത്രനാകും. ഹംസയെ കൊന്നപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ നാട്ടിലെത്തിയപ്പോൾ, മക്കയിലെത്തിയപ്പോൾ എന്നെ അവർ സ്വതന്ത്രനാക്കുകയും ചെയ്തു. ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് ഹംസ വഹ്ഷിയെ കാര്യമാക്കിയിട്ടേ ഇല്ല എന്നാണ്. ഹംസ റളിയല്ലാഹു അൻഹു വഹ്ഷിയെ ഒരു പരിഗണിച്ചിട്ടേ ഇല്ല. വഹ്ഷി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ആര് വിചാരിച്ചത്? ഹംസ റളിയല്ലാഹു അൻഹു വിചാരിക്കാറ്. അത്രയും കണ്ടാൽ തനിക്ക് തന്നോട് എതിരിടാൻ മാത്രമുള്ള ഒന്നും ആയിട്ട് ഹംസ റളിയല്ലാഹു അൻഹു ആരെ തോന്നിയിട്ടില്ല? വഹ്ഷിയെ തോന്നിയിട്ടില്ല. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, യുദ്ധമുഖത്ത് അങ്ങനെ ആളുകളെ വില കുറച്ച് കാണരുത് എന്ന പാഠം അതിലുണ്ട് എന്നത്. കാരണം ഏത് വഴിക്കാണ് ആക്രമണം വരിക എന്ന് പറയാൻ സാധിക്കുകയില്ല. ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടെന്ന വാർത്ത വരുന്നു. ചിലർ പറയുന്നത് മുസ്അബ് റളിയല്ലാഹു അൻഹു പടച്ചട്ട ധരിച്ചാൽ കാണാൻ നബിയെ പോലെ ഉണ്ടാകുമെന്നാണ്. പടയെങ്കി ധരിച്ചാൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ തോന്നുമത്രേ. ആരെ? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ. അതുകൊണ്ട് അത് വാർത്ത പരക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു. അതോടെ നോക്കൂ, മുസ്ലിമീങ്ങളിൽ പല ആളുകളും അവരാകെ തകർന്നുപോയി. അവരിൽ പലരും അതോടെ പിന്തിരിഞ്ഞോടി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആൻ ഇന്നമാ ഇസ്തസല്ലഹുമുശ് ശൈത്താനു ബിബഅദി മാ കസബു വലഖദ് അഫല്ലാഹു അൻഹും ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം. നിങ്ങളിൽ നിന്ന് ആ രണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടിയ നാളിൽ പിന്തിരിഞ്ഞോടിയവർ അവർ ചെയ്ത ചില പ്രവർത്തനങ്ങൾ കാരണത്താൽ പിശാച് അവരെ ആ സമയത്ത് തെറ്റിച്ചു കളയുകയാണ് ഉണ്ടായത്.
വലഖദ് അഫല്ലാഹു അൻഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഉഹദിൽ പിന്തിരിഞ്ഞോടിയ സഹാബിമാർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അവർക്ക് അവന്റെ മഗ്ഫിറത്ത് നൽകിയിട്ടുണ്ട്. ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവൻ ഏറെ സഹനമുള്ളവനാണ്. ചില ആളുകളാകട്ടെ, ചില സഹാബിമാരാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ പിന്നെ ധീരമായി പോരാടി. സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടെന്ന് കേട്ടപ്പോൾ ചില സഹാബിമാർ എന്താണ് ചെയ്തത്? നേരത്തെ നമ്മൾ പറഞ്ഞ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ കുതിച്ചുകൊണ്ടിരിക്കെ ഒരാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഫമാ തസ്നഊന ബിൽ ഐശി ബഅദ, ഇനി നബിക്ക് ശേഷം ജീവിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുക? ഇനി നിങ്ങൾ ജീവിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുക എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ്. പിന്നീട് അത്രയും ശക്തമായി അവരിൽ ചിലർ പോരാടുകയുണ്ടായി. ചിലർ ഈ രൂപത്തിൽ പിന്തിരിഞ്ഞുവെങ്കിൽ ചിലർ എന്താണ് ചെയ്തത്? അതിശക്തമായി പോരാടുകയാണ് ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന രൂപത്തിൽ ശക്തമായി അവരോട് പോരാടുകയാണ് ചെയ്തത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊല്ലപ്പെട്ടിട്ടില്ല, അവിടുന്ന് ജീവനോടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടിരുന്നു, സഹാബിമാരെ തിരിച്ചു വിളിച്ചുകൊണ്ടിരുന്നു. ഇത് മുശ്രിക്കുകൾ കേട്ടു. ഇത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി നബി എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലായി. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വരികയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചില സന്ദർഭങ്ങളിൽ വളരെ കുറച്ച് ആളുകളാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും അവിടെ ഉണ്ടാകാത്ത ആളുകളൊക്കെ പിന്തിരിഞ്ഞോടിയാണ് അതിന്റെ അർത്ഥം അല്ല. ചില സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞു 2 ആളുകൾ ഉണ്ടായിരുന്നു, അതിനർത്ഥം ബാക്കിയുള്ളവർക്ക് പിന്തിരിഞ്ഞോടിയെന്നല്ല. യുദ്ധം എന്നത് അത് ഏതെങ്കിലും ഒരു പോയിന്റിലല്ല നടക്കുന്നത്, മറിച്ച് അത് ആളുകൾ ചിതറിയിട്ടുണ്ടാകും, പല ഭാഗത്തായിട്ടുണ്ടാകും. മുസ്ലിമീങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ 700 ആളുകളുണ്ട്, അവരുടെ 3 ഇരട്ടി മുശ്രിക്കുകളുണ്ട്. ഇത്രയും ആളുകൾ നിൽക്കുന്ന സ്ഥലമാണ്. നോക്കൂ, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, أن رسول الله صلى الله عليه وسلم أفرد يوم أحد في 7 من الأنصار ورجلين من قريش. ഉഹദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കായി നബിയുടെ കൂടെ അൻസാറുകളിൽ 7 പേർ, ഖുറൈശികളിൽപ്പെട്ട 2 പേർ. ഇത് യുദ്ധത്തിന്റെ ഒരു ഘട്ടമാണ്, ഒരു ഘട്ടത്തിൽ സംഭവിച്ചതാണ്. ഫലമ്മ റഹിഖൂഹു, മുശ്രിക്കുകൾ നബിയെ പൊതിയുമെന്നായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യറുദ്ദുഹും അന്ന വലഹുൽ ജന്ന, ഇതാ ഇവരെ ഇന്ന് നമ്മിൽ നിന്ന് അകറ്റുന്നവനാരോ അവന് സ്വർഗമുണ്ട്. ഔ ഹുവ റഫീഖി ഫിൽ ജന്ന, അല്ല അവൻ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനായിരിക്കും എന്ന് പറഞ്ഞു. ഫതഖദ്ദമ, ഇത് പറഞ്ഞപ്പോൾ ഉടനെ മുന്നോട്ട് കുതിച്ചു ചെല്ലുന്നത് അൻസാറുകളിൽ ഒരാളാണ്. അദ്ദേഹം ധീരമായി പോരാടി കൊല്ലപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അതേ വാചകം പറഞ്ഞു. രണ്ടാമതും ചെല്ലുന്നത് അൻസാരിയാണ്, അദ്ദേഹവും പോരാടി കൊല്ലപ്പെട്ടു. മൂന്നാമതും ചെന്നു കൊല്ലപ്പെട്ടു. അങ്ങനെ 7 അൻസാറുകളായ സഹാബിമാരും കൊല്ലപ്പെടുക. മുഹാജിറുകളായ 2 പേർ ബാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസഫ്നാ അസ്ഹാബനാ, നമ്മുടെ ഈ കൂട്ടുകാരോട് നമ്മൾ നീതി പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവരാണ് പറയുമ്പോഴെല്ലാം മുന്നോട്ട് ചാടുന്നത്, അവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ 2 പേർ കൂടെ ഉണ്ടായിരുന്നത് തൽഹയും സഅദ് ഇബ്നു അബി വഖാസുമാണ് എന്നാണ്. അവർ അങ്ങേയറ്റം ധീരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചുകൊണ്ട് അവിടെ പോരാടുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിക്കുകളേറ്റത്. മുശ്രിക്കുകളിൽ ചിലർ അല്ലാഹുവിന്റെ റസൂലിന് നേരെ കല്ലുകൾ എറിയുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴ്ചുണ്ട് പൊട്ടി മുറിവേറ്റു. നബിയുടെ മുൻ പല്ലുകളിലൊന്ന് പൊട്ടി വീണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിൽ ധരിച്ച പടത്തൊപ്പി അത് പൊട്ടി. ഇബ്നു ഖമിഅ എന്നു പേരുള്ള ഒരു മുശ്രിക്, അവൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വാൾ കൊണ്ട് വെട്ടുകയുണ്ടായി. എന്നാൽ ആ വാൾ തികഞ്ഞ രൂപത്തിൽ അതിന്റെ മൂർച്ചയേറിയ ഭാഗമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ കൊണ്ടത്. അവിടുത്തെ കഴുത്തിനും ചുമലിനും ഇടയിലുള്ള ഭാഗത്ത് അവന്റെ വാളാൽ വെട്ടേറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസം അതിന്റെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇബ്നു ഖമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് നേരെ വീണ്ടും വെട്ടി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടത്തൊപ്പി പൊട്ടി. അതിന്റെ ഇരുമ്പ് ഭാഗം
നബിയുടെ കവിളിലേക്ക് മുകൾ ഭാഗത്തേക്ക് അതിന്റെ ഉള്ളിലേക്ക് തറച്ചു കയറി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ തന്നെ ഉഹദിൽ തന്നെ നേരത്തെ പറഞ്ഞ അബൂ ആമിർ അൽ ഫാസിഖ് അവൻ കുഴിച്ചു വെച്ച കുഴികളിൽ ഒന്നിൽ വീഴുകയും ചെയ്തു എന്നാണ്. നബിയെ ഈ വാള് കൊണ്ട് വെട്ടിയ ഇബ്നു ഖമിഅ അവന്റെ ചരിത്രത്തിൽ കാണാം. പിന്നീട് അവൻ മക്കയിൽ ഒരു മലമുകളിൽ ആടുകളുടെ അരികിൽ ഉണ്ടായിരിക്കെ ആടുകൾ വന്ന് അവനെ കുത്തുകയും ചരിത്രത്തിൽ കാണാം അവനെ കഷ്ണമാക്കുകയും ചെയ്തു. മറ്റു ചില റിവായത്തുകൾ കാണാം അവനെ മലമുകളിൽ നിന്ന് അത് കുത്തി താഴേക്കിട്ടു. അവൻ താഴെ വീണ് അവന്റെ ശരീരം ഛിന്ന ഭിന്നമായി തകർന്നുപോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാളുകൊണ്ട് വെട്ടിയവരാണ് അവൻ. ഇബ്നു ഖമിഅ എന്ന് പേരുള്ള മുശ്രിക്. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ അവിടുത്തേക്ക് പ്രയാസങ്ങൾ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ജനത അവർ വിജയിക്കുക, എങ്ങനെയാണ് ഒരു ജനത അവർ വിജയിക്കുക. അവരെന്തു ചെയ്തു? അവർ റസൂലിനെ പരിക്കേൽപ്പിച്ചു. അവരുടെ റസൂലിനെ അവർ പരിക്കേൽപ്പിച്ചു. നബിയുടെ ശരീരത്തിൽ നിന്നും ചോര ഒഴുക്കി. അള്ളാഹു അവരിലേക്ക് സന്മാർഗവുമായി കാരുണ്യമായി നിയോഗിച്ച റസൂലിനോടാണ് അവർ ഈ പെരുമാറുന്നത്. അങ്ങനെയുള്ള ഒരു ജനത എങ്ങനെ വിജയിക്കാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഉഹദിന്റെ ബാക്കി വിശദാംശങ്ങൾ നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. والله تعالى أعلم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.